മാഫിയ ശിശിര സ്റ്റണ്ട് കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നടനെ കൂടി കിട്ടിയിരിക്കുകയാണ്. AT എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് നല്ലൊരു നായകനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. ആകാശ് എന്നാണ് നായകൻ്റെ പേര്. മറ്റേ ഇടി വെടി പോകാന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ സംഭവം കേട്ടോ. ഡോമാക്സ് സാറിൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറം പ്രതീക്ഷിക്കാം. എന്തായാലും സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, പൊളിച്ചാറ്റി കൈതം കിട്ടും. സൂപ്പർ വയലൻസ് എന്ന് പറഞ്ഞാൽ പക്ക വയലൻസിന് അപ്പുറം. ഇനി ഒന്നും പറയാനില്ല, ഇതിനപ്പുറം വയലൻസിന് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. നായകനൊക്കെ കിട്ടിക്കാൻ കളഞ്ഞു കാണാം. അതുപോലെ യൂത്തിന് വലിയ ഇൻഫർമേഷൻ, ഡാർക്ക് വെബും ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു സിനിമയാണ്. പിന്നെ ഡോൺ മാക്സിൻ്റെ സർവ്വ കരവിലും ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡി, നന്നായിട്ട് അഭിനയം നല്ല. ആകാശൊക്കെയാണ് പുതിയ ആളായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷാജു ശ്രീധർ, അദ്ദേഹം ഏത് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. നന്നായിരിക്കും. അടിപൊളി സിനിമയാണ്. നല്ല വയലൻസ്, നല്ല ഫോട്ടോഗ്രാഫി, നല്ല ഡയറക്ഷൻ. അതെ അതെ അതെ. വയലൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു? ഒത്തിരി ഉണ്ട്. നിങ്ങൾ കണ്ടില്ല സിനിമ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു 10-26 വർഷം ക്യാമ്പസ് കൗൺസിലറായിരുന്നു. അപ്പം എനിക്കിതിനകത്തിൽ ഒരു എൻ്റെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ ഈ ഡാർക്ക് വെബ് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്കായാലും അധ്യാപകർക്കായാലും പാരൻസിനായാലും ഡാർക്ക് വെബ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനൊരു ഇത് എന്താണ്, ഇപ്പം നമ്മൾ പാരൻസിന് നല്ല രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്യണമെന്ന് പറയും, അധ്യാപകർ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. പക്ഷെ അതൊന്നും അല്ലാണ്ട് പുറത്തൊരു അപകടം ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ആ ഒരു ആംഗിളിൽ വയലൻസൊക്കെ ആസ്വദിക്കുന്ന മാർക്കോടൊക്കെ ആ ഒരു അങ്ങനെ എല്ലാം നല്ല പെർഫോമൻസാണ്. ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഒരു ഇതിൽ. അപ്പം എനിക്ക് ഈ ഡാർക്ക് വെബ് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. വയലൻസ് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു വയലൻസാണ്. നമ്മൾ ഫിലിം കാണുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിനകത്ത് അതിനെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇല്ല, ആക്ച്വലി ഫാമിലി ഓഡിയൻസ് ആണ് നമ്മുടെ കൂടുതലും കണ്ടത്. എല്ലാവർക്കും തന്നെ വർക്കാണ് ഇത്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. മനുഷ്യരോട് എല്ലാവരും പടം കാണുക. പടം ഞങ്ങൾ പറയുന്നത് അർത്ഥമല്ല, ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയുക. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്താണെങ്കിലും സബ്ജക്റ്റ് നന്നാകുമ്പോൾ, സിനിമ നന്നാകുമ്പോൾ എല്ലാം ഓക്കെ ആവുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ വളരെ ഹാപ്പിയാണ്. ഫാമിലിക്ക് കാണാൻ പറ്റുമോ? ആ, ഫാമിലിക്ക് ഇമോഷനൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും കാണാമെന്ന് ചോദിച്ചോളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്കും കൂടെ കാണാവുന്ന ഇമോഷൻ, ഫാമിലി ഇമോഷനൊക്കെ ഉള്ള ഒരു പടമാണ്. ആരും ഇത് വയലൻസ് മാത്രമായിട്ട് കാണരുത്. ഒരു വയലൻസ് മാത്രമല്ല, ഫാമിലിക്ക് കാണാവുന്ന പടം. എല്ലാവരും കാണാൻ നല്ല അഭിപ്രായമാണ്. ഒത്തിരി ഇമോഷണലാണ്. എന്തായാലും നിങ്ങളെല്ലാവരും പടം കണ്ടു നോക്കി. ഇതുവരെ കാണാത്തൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ഡോൺ മാക്സ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വയലൻസാണ്, കൂടുതലും വയലൻസാണ്. ഡാർക്ക് വെബിൻ്റെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അവരതിനെ ഓഡിയൻസിന് മുമ്പിൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ് നന്നായിട്ടുണ്ട്, ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഓൾമോസ്റ്റ് പടം സൂപ്പറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റൊക്കെ അടിപൊളി ഫൈറ്റ്, പറയാതിരിക്കാൻ വയ്യ. വയലൻസ്, ഫൈറ്റ് എല്ലാം ഉണ്ട്. ഫാമിലിക്ക് കാണാൻ പറ്റും, അതിന് കാണാതിരിക്കാൻ പറ്റതൊന്നുമില്ല. എല്ലാവർക്കും കാണാൻ പറ്റും. ന്യൂ ഫേസ് ആണെന്ന് പറയുന്നു. അറിയില്ല, ന്യൂ ഫേസ് ആണെന്ന് പറയുന്നു. എന്തായാലും അതിൻ്റെ ഇതൊന്നുമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്ക്രീൻ അല്ല, ഉള്ള എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് നന്നായിട്ട് തന്നെയുണ്ട്. ഞങ്ങൾ മ്യൂസിക് ചെയ്തിട്ടുള്ള ആറ്റ് ഇന്ന് റിലീസായി. അപ്പോൾ 2 പാട്ടുകളാണ് ഞങ്ങൾ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യണം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ബാക്കി ഞങ്ങൾ 2 പാട്ടുകളാണ് അത് ചെയ്തേക്കണേ. ഒന്ന് ഒരു ഒഴുകി എന്ന് പറഞ്ഞ സോങ്ങും നദിയെ എന്ന് പറഞ്ഞ സോങ്ങും. ഈ 2 സോങ്ങും ഓൾറെഡി സ്പോട്ടിഫൈയിലുണ്ട്, എല്ലാ ചാനൽസിലുണ്ട്. നിങ്ങളെന്തായാലും കേൾക്കുക. ആൻഡ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ എൻറ്റയർ പടം. അപ്പോൾ നിങ്ങളെന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് പുതുമുഖങ്ങളെയൊക്കെ അണിനിർത്തിയിട്ട് ചെയ്യാനായിട്ട് പടമാണ്. എന്തായാലും നന്നായിട്ട് വരും ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണുക. നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ ഇമോഷണൽ.
നിങ്ങൾ വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ യങ്സ്റ്റേഴ്സിന് മാത്രമായിട്ടുള്ളതായിട്ട് കരുതാതിരിക്കുക. അതിനകത്ത് ഫാമിലി ഇമോഷൻസ് ഉണ്ട്, അച്ഛൻ മകൾ, ലവ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ നമ്മുടെ VFX ആണെങ്കിലും സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്ക്രീനിൽ കാണുക. ഡെഫിനറ്റ്ലി ഇത് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ചെയ്ത പടമാണ് ആക്ട്. ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ്. ഞങ്ങളെല്ലാവരുടെയും ഭയങ്കര സന്തോഷം, ഭയങ്കര ഇമോഷണലി ഇരിക്കുവാണ്. അപ്പം സർ ഡോൺ മാക്സ് മൂവിയാണ്. സാറിൻ്റെ ബിഗ് താങ്ക് യു ടു സർ. ഞങ്ങളെ ഒരു 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 വെറൈറ്റി ആയിട്ടുള്ള ഒരു റോള്. പിന്നെ അതുകൂടാതെ മെയിൻലി ഇന്ത്യയുടെ ആദ്യത്തെ ഡാർക്ക് വെബ് മൂവിയാണ്, അതും നമ്മുടെ മലയാളത്തിന്. അപ്പം പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. പ്ലീസ് വരുക, തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. ഇനി തൊട്ട് അങ്ങോട്ട് ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തുള്ള തിയേറ്റർ. ഞാനിതിൽ ചെയ്തിരിക്കുന്നത് സഞ്ജന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. വളരെ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പടം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പടമല്ല. ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഡാർക്ക് വെബ് മലയാളത്തിലെ ഫസ്റ്റ് ഡാർക്ക് വെബാണ്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.